Hi students, today I am going to discuss the portion types of prospectus of our module 1. First, shelf prospectus. Shelf prospectus is defined in section 31. Okay. Shelf prospectus is for those companies who raise fund frequently through പബ്ലിക് ഇഷ്യൂ. അപ്പോൾ പബ്ലിക് ഇഷ്യൂയിലൂടെ ഫണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് റേസ് ചെയ്യുന്ന കമ്പനീസിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്. ഏതൊക്കെ കമ്പനീസ് അല്ലെങ്കിൽ ആരൊക്കെ ആ കാറ്റഗറി വരും എന്നുള്ളത് സെബി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെബി സ്പെസിഫൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് കാറ്റഗറി. അപ്പോൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയ സെബി ആരൊക്കെയാണ് ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. The shelf prospectus is not applicable to all type of companies. എല്ലാ കമ്പനികൾക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. ഫ്രീക്വൻ്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് എന്ത് പ്രോസ്പെക്ടസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഷെൽഫ് പ്രോസ്പെക്ടസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പം ഇപ്പം നമുക്കറിയാം ബാങ്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഫണ്ടിൻ്റെ ആവശ്യകത കൂടെ ഉണ്ടാകും. സോ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, പബ്ലിക് ഇഷ്യൂയിലൂടെ കൂടെ എന്ത് ചെയ്യും, ഫണ്ട് റേസ് ചെയ്യും. സോ അത്തരത്തിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് എന്തിൻ്റെ ആവശ്യകത വരുന്നത്, ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ ആവശ്യകത വരുന്നത്. ഓക്കെ, ഷെൽഫ് മീൻസ് ലൈഫ് എന്ന് പറയുമ്പം വാലിഡിറ്റി. ഷെൽഫ് പ്രോസ്പെക്ടസ് ഹാസ് എ വാലിഡിറ്റി ഓഫ് 12 months അല്ലെങ്കിൽ 1 year വാലിഡിറ്റിയാണ് എന്തിനുള്ളത്, ഷെൽഫ് പ്രോസ്പെക്ടസിന് ഉള്ളത്. ഓക്കെ, അതായത് ഷെൽഫ് നമുക്കറിയാം ഒരു പ്രോസ്പെക്ടസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് ടു സബ്മിറ്റ് ഇറ്റ് വിത്ത് വി നീഡ് ടു ഫയൽ ഇറ്റ് വിത്ത് ദ സെബി ആൻഡ് രജിസ്ട്രാർ ഓഫ് കമ്പനി. അപ്പം ഓരോ തവണയും നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, രജിസ്ട്രാർ ഓഫ് കമ്പനിയിലും സെബിയിലും ഒക്കെ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് പബ്ലിക് ഇഷ്യൂ നടത്തുന്നവരെ സംബന്ധിച്ച് ഓരോ തവണയും എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് ഇത് സെബിയിലും ROCയിലും സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഫോർമാലിറ്റിയാണ് അവരെ സംബന്ധിച്ച്. സോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക്, അത്തരത്തിലുള്ള കമ്പനീസിനെ ഈ ഫോർമാലിറ്റീസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രോസ്പെക്ടസ് ഉള്ളത്, ഷെൽഫ് പ്രോസ്പെക്ടസ് ഉള്ളത്. അതായത് ഷെൽഫ് പ്രോസ്പെക്ടസിന് 1 year വാലിഡിറ്റി അല്ലെങ്കിൽ 12 months വാലിഡിറ്റിയാണുള്ളത്. ഓക്കെ, ഞാനതൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ 2016 1st January ഞാൻ ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നു. ഞാനൊരു ഫ്രീക്വൻ്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നൊരു കമ്പനിയാണെന്ന് ഇരുന്നോട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു, 2016 1st January ഞാനൊരു ഷെൽഫ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്തിട്ട് സെബിയിലും ROCയിലും സബ്മിറ്റ് ചെയ്യുന്നു. എനിക്ക് ഈ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി 1 year ആണ്. ഓക്കെ, സോ ഐ ക്യാൻ യൂസ് ദിസ് പ്രോസ്പെക്ടസ് ഫോർ 1 year, ദാറ്റ് ഈസ് അപ് ടു 2017 1st January വരെ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസ്പെക്ടസ് യൂസ് ചെയ്യാം. ഈ കാലയളവിനിടയ്ക്ക്, അതായത് 1st January 2016 തുടങ്ങി 1st January 2017 വരെ ഈ കാലയളവിൽ ഞാൻ എത്ര ഇഷ്യൂസ് നടത്തിയാലും, എത്രയൊക്കെ പബ്ലിക് ഇഷ്യൂ നടത്തിയാലും എനിക്ക് എന്ത് വേണ്ട, പ്രോസ്പെക്ടസ് പുതുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ട. ഓക്കെ, എ ഫ്രഷ് പ്രോസ്പെക്ടസ് ഞാൻ എന്ത് ചെയ്യേണ്ട, പ്രിപ്പയർ ചെയ്യേണ്ട. അത് ROCയിലും അതുപോലെ തന്നെ സെബിയിലും ഞാൻ എന്ത് ചെയ്യേണ്ട, സബ്മിറ്റ് ചെയ്യുകയും വേണ്ട. ഐ ക്യാൻ യൂസ് ദ പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ് ഫോർ 1 year. ഒരു 1 yearലേക്ക് എനിക്ക് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യേണ്ട, എനിക്ക് ഷെൽഫ് പ്രോസ്പെക്ടസ് മതി. എത്രയൊക്കെ ഇഷ്യൂ ഞാൻ നടത്തിയാലും, എത്രയൊക്കെ പബ്ലിക് ഇഷ്യൂ ഞാൻ നടത്തിയാലും എനിക്ക് എന്ത് പ്രോസ്പെക്ടസ് മതി, ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് മതി ഫോർ ദ 1 year, ഒരു വർഷത്തേക്ക്. ഓക്കെ, 1 year കഴിയുമ്പോൾ പിന്നെയും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ഞാൻ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം, ROCയുടെയും സെബിയുടെയും ഒക്കെ അപ്രൂവൽ വാങ്ങിക്കണം. ഓക്കെ, അപ്പം ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ വാലിഡിറ്റി ഓഫ് 1 year. വിത്തിൻ 1 year നമ്മൾ എത്ര പബ്ലിക് ഇഷ്യൂ നടത്തിയാലും എന്ത് വേണ്ട, പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യേണ്ട. ദർ ഈസ് ദ നീഡ് ഓഫ് ദ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പം ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫോർ ദ കമ്പനീസ് ഹൂ റേസ് ഫണ്ട് ഫ്രീക്വൻ്റ്ലി. നെക്സ്റ്റ് തിങ്, ഇൻഫോർമേഷൻ മെമ്മറാൻഡം. ഇൻഫോർമേഷൻ മെമ്മറാൻഡം എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി 1 year ആണ്. ഓക്കെ, വിത്തിൻ 1 year ഇഫ് ദ കമ്പനി ഹാവ് എനി മെറ്റീരിയൽ ചേഞ്ച് എന്ന് പറയുമ്പം എന്തെങ്കിലും കൺസിഡറബിൾ ആയിട്ടുള്ള ചേഞ്ച് കമ്പനിയിൽ വരികയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഷെയറിൻ്റെ പ്രൈസ് നല്ല ഉയർന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ താഴുന്നു അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ നല്ല മാറ്റം വരുന്നു, ഇപ്പോൾ കൺസിഡറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ വി നീഡ് ടു ഇൻകോർപ്പറേറ്റ്. അപ്പോൾ അത് നമുക്ക് ROC അല്ലെങ്കിൽ സെബി അല്ലെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കണമെങ്കിൽ ദാറ്റ് ക്യാൻ ബി ത്രൂ ദ ഇൻഫോർമേഷൻ മെമ്മറാൻഡം. ഓക്കെ, Next is a red herring prospectus. A red herring prospectus is included in section 32. A red herring prospectus is for attracting the public
ടു ഇൻവെസ്റ്റ് ദ പർട്ടിക്കുലർ സെക്യൂരിറ്റി ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റിയിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ഫുൾ പർട്ടിക്കുലേഴ്സ് ഓൺ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസ് ഓഫേർഡ് ആൻഡ് ദെയർ നമ്പർ. അതായത് ക്വാണ്ടം ആൻഡ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റി ഈസ് നോട്ട് മെൻഷൻഡ്. അതായത് ക്വാണ്ടം എന്ന് പറയുമ്പം നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂയിങ്, അതായത് എത്ര ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ഷെയറോ അല്ലെങ്കിൽ എത്ര ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് എന്തിൽ കാണത്തില്ല, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യത്തില്ല. അപ്പോൾ ക്വാണ്ടം ആൻഡ് പ്രൈസ് ഓഫ് ഷെയർ ഇസ് നോട്ട് മെൻഷൻഡ് ഇൻ എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ എന്ത് രണ്ട് കാര്യങ്ങൾ കാണത്തില്ല, വാട്ട് ആർ ദ നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂയിങ് ആൻഡ് ഓൾസോ ദ പ്രൈസ് ഓഫ് ദ ഷെയർ. Okay, next, it is commonly or it is issued by companies which raise capital through book building process. അപ്പം ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്ന കമ്പനീസ് ആണ് എന്ത് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത്. അതായത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പം നമ്മൾ ഏതെങ്കിലും അണ്ടർ റൈറ്റേഴ്സിനെ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു മിഡിൽ മാനെ ഏൽപ്പിച്ചിട്ട് അവർ ത്രൂ ദാറ്റ് പേഴ്സൺ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള വരുന്ന സന്ദർഭങ്ങൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക്കിന് കൊടുക്കാതെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അതായത് നമുക്കറിയാവുന്ന ബിഗ് പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ ബിഗ് ഹൗസസിനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവരിലൂടെയാണ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ റൈറ്റേഴ്സിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഈസ് എ പ്രോസ്പെക്ടസ് ടു അട്രാക്ട് ദ ഇൻവെസ്റ്റേഴ്സ് and the prospectus does not mention the quantum and price of share. Quantum means the number of share issuing and also the price of the share. Moving on to next prospectus, abridged prospectus. Abridged prospectus എന്ന് പറയുമ്പം it is a summary of a prospectus. Okay, summary of prospectus എന്ന് പറയുമ്പം we know the original prospectus contain about 300 to 500 page. അപ്പോൾ ഒരു 300 മുതൽ 500 പേജ് വരെ കാണും ഒറിജിനൽ പ്രോസ്പെക്ടസ്. ഓക്കെ, അപ്പം ആ ഫുൾ പ്രോസ്പെക്ടസ് വാങ്ങിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. സോ അത്തരം ഒരു സാഹചര്യത്തിലാണ് എന്തിൻ്റെ ആവശ്യകത, എബ്രിഡ്ജ് പ്രോസ്പെക്ടസിൻ്റെ നീഡ് വരുന്നത്. എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പം ആ ഒറിജിനൽ പ്രോസ്പെക്ടസിൻ്റെ സമ്മറിയാണ് എന്തിൽ വരുന്നത്, എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസിനകത്ത് വരുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഈ എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഫോം നമ്മൾ പബ്ലിക് ഇഷ്യൂ സമയത്ത് ഇഷ്യൂ നടത്തുന്നത്. അപ്പം ആപ്ലിക്കേഷൻ ഫോം പ്ലസ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ഈസ് സമ്മറി ഓഫ് ഒറിജിനൽ പ്രോസ്പെക്ടസ്. ഓക്കെ, ഒറിജിനൽ പ്രോസ്പെക്ടസ് 300 to 500 പേജസ് വരെ കാണും. അതിന് ഫുൾ വായിക്കാൻ പറ്റത്തില്ല. സോ അതിൻ്റെ ഒരു ചുരുങ്ങിയ ഫോമാണ് എന്ത്, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. ആൻഡ് ഇത് അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സിലോ അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലോ എന്ത് യൂസ് ചെയ്യത്തില്ല, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അതായത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, ബുക്ക് ബിൽഡിംഗ് അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് സമയത്ത് നമ്മൾ എന്ത് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നില്ല, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, next is deemed prospectus. Deemed prospectus, it is contained in section 25 of Companies Act 2013, issued when company not ready to comply with the SEBI guidelines, issue responsibility given to issuing house. അതായത് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പം ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഇപ്പം നമുക്ക് സെബിയുടെ ഗൈഡ് ലൈൻസ് ഒന്നും ഫോളോ ചെയ്യാൻ വയ്യെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, സെബിയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാൻ വയ്യെങ്കിൽ അവർ ആ ഒരു റെസ്പോൺസിബിലിറ്റി, പ്രോസ്പെക്ടസിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇഷ്യൂയുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏതെങ്കിലും ഒരു ഇഷ്യൂ ഹൗസിന് പ്രൊവൈഡ് ചെയ്യും. ഒന്നുകിൽ അതിനുള്ള എഗ്രിമെൻറ്റ് ഏർപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർസ് ആ ഇഷ്യൂ ഹൗസിന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇഷ്യൂ ഹൗസിനോട് പറയും അത് അവർക്ക് പബ്ലിക്കിന് വിറ്റ് അല്ലെങ്കിൽ പബ്ലിക്കിന് അവർക്ക് ത്രൂ ദാറ്റ് ഇഷ്യൂ ഹൗസ് എന്ത് ചെയ്യാം, പബ്ലിക്കിന് കൊടുക്കാമെന്ന് പറയും. ഓക്കെ, എയ്തർ ആൻ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ഹൗസിന് കൊടുക്കുന്നു. ഓക്കെ, എവിടെയെന്ന് വെച്ചാൽ ആ ഇഷ്യൂ ഹൗസ് എന്ത് ചെയ്യുന്നു, പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അവർ ഈ കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു, പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, അപ്പം
ഒരു ഇഷ്യൂ ഹൗസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ ഷെയർ പബ്ലിക്കിലേക്ക് എത്തുന്നത്. ആ ഇഷ്യൂ ഹൗസാണ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പ്രോസ്പെക്ടസ് ഈസ് ഡീംഡ് ടു ബി ദ പ്രോസ്പെക്ടസ് ഓഫ് ദ കമ്പനി. അപ്പോൾ ആ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട്, അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ ഇഷ്യൂ ഹൗസിന് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് പബ്ലിക് ഇഷ്യൂ നടത്താനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്, ആ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ ഡീംഡ് പ്രോസ്പെക്ടസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി. Okay, and the section 26 and misstatement in prospectus ആർക്ക് ആപ്ലിക്കബിൾ ആണ്, ഡീംഡ് പ്രോസ്പെക്ടസിൽ ആപ്ലിക്കബിൾ ആണ്. സെക്ഷൻ 26 എന്ന് പറയുമ്പം കണ്ടൻസ്. അപ്പോൾ ഓക്കെ, ഒരു പ്രോസ്പെക്ടസിന് വേണ്ട എല്ലാ കണ്ടൻറ്റുകളും എന്തിൽ വേണം, ഡീംഡ് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. ആൻഡ് വാട്ട് എവർ പ്രൊവിഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡീംഡ് പ്രോസ്പെക്ടസ് ഈസ് ആപ്ലിക്കബിൾ ടു ദ കമ്പനി. അപ്പം കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, ഇഷ്യൂ ഹൗസ് ആണ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് ഇറക്കുന്നതെങ്കിലും ഏത് കമ്പനിയാണോ ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചത് ആ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോസ്പെക്ടസിൽ പറയുന്ന പ്രൊവിഷൻസ് എല്ലാം ആ പർട്ടിക്കുലർ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ആൻഡ് അതാണ് സെക്ഷൻ 26 പറയുന്നത്. കണ്ടൻസ്, ഒരു പ്രോസ്പെക്ടസിന് വേണ്ട എല്ലാ കണ്ടൻസും ഉണ്ടായിരിക്കണം. ഈ കണ്ടൻസ് എല്ലാം ആ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ്, മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് ആപ്ലിക്കബിൾ ആണ്. അതായത് ഒരു മിസ്റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ റോങ്ഫുൾ ആയിട്ടുള്ള ഒന്നും എന്തിൽ വരാൻ പാടില്ല, പ്രോസ്പെക്ടസിനകത്ത് വരാനായിട്ട് പാടില്ല. നെക്സ്റ്റ്, ഇഷ്യൂ ബൈ ഇഷ്യൂ ഹൗസ് വിത്തിൻ 6 months. അപ്പം ഈ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാനുള്ള ആ റെസ്പോൺസിബിലിറ്റി കമ്പനി ഒരു ഇഷ്യൂ ഹൗസിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഹൗസ് വിത്തിൻ 6 months എന്ത് ചെയ്തിരിക്കണം, പബ്ലിക് ഇഷ്യൂ നടത്തിയിരിക്കണം. പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് പബ്ലിക് ഇഷ്യൂ നടത്തിയിരിക്കണം. കൺസിഡറേഷൻ നോട്ട് റിസീവ്ഡ് ടിൽ ദ ഇഷ്യൂ. ഇഷ്യൂ ഹൗസ് ഇഷ്യൂ നടത്തുന്നത് വരെയും കൺസിഡറേഷൻ ആർക്ക് കിട്ടത്തില്ല, കമ്പനിക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് പെർസ്യൂംഡ് പ്രോസ്പെക്ടസ് ആണ്. ഓക്കെ, പെർസ്യൂംഡ് ആസ് ദ പ്രോസ്പെക്ടസ് ഓഫ് ദ കമ്പനി, ഓഫ് എ കമ്പനി. ഓക്കെ, ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആയിട്ട് പെർസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ് ആണ് ഡീംഡ് പ്രോസ്പെക്ടസ്. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ കമ്പനി ഇസ് നോട്ട് റെഡി ടു കംപ്ലൈ വിത്ത് സെബി ഗൈഡ് ലൈൻസ് പാലിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ദേ ഗീവ് ദാറ്റ് particular responsibility to another issue house either through an agreement or issue the share issue ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇഷ്യൂ എഗ്രിമെൻറ്റിലൂടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഇഷ്യൂ ഹൗസിന് കൊടുക്കുന്നു. ലേറ്റർ ഓൺ ദിസ് ഇഷ്യൂ ഹൗസ് prepare the prospectus and that prospectus is deemed to be the prospectus of the company and whatever the provisions included in the deemed prospectus is applicable to the company. And section 26 content of the prospectus should be in a deemed പ്രോസ്പെക്ടസ്. എന്തൊക്കെ കണ്ടന്റ് സെക്ഷൻ 26 പ്രകാരം പ്രോസ്പെക്ടസിൽ വേണോ അതെല്ലാം ഒരു ഡീംഡ് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഇഷ്യൂ ഹൗസ് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, ഇത് പബ്ലിക് ഇഷ്യൂ നടത്തിയിരിക്കണം. ടിൽ ദാറ്റ് ദെയർ കമ്പനി വിൽ നോട്ട് റിസീവ് എനി കൺസിഡറേഷൻ. ഓക്കെ.